അയ്യോ ഓ ഓ എനിക്ക് നന്നായി ചേരുന്നുണ്ടോ? ആ ബെസ്റ്റ് ആയിരിക്കുന്നു. മമ്മ ഇടുന്നത് പോലെ പപ്പ എന്താ ഇടാത്ത? പപ്പ ഇട്ടിട്ടാ നല്ല സ്റ്റൈലായിരിക്കും. എന്നിട്ടാ മമ്മ ഒരു കാര്യം, കേസ് കഴിഞ്ഞാ പപ്പയെ തൂക്കിക്കൊല്ലുവോ? എന്റെ വ്യാകുല മാതാവേ, ഈ കൊച്ചിന്റെ ഒരു ചോദ്യം. നീ പോയി നൂലിന്റെ പെട്ടി എടുത്തോളൂ. ചെല്. അമ്മ ഞങ്ങൾക്ക് ഇനി 4 ദിവസം ക്ലാസ് ഇല്ല. 4 days holiday. എന്താ ഇവിടെ? കിട്ടിയോ? അയ്യോ ഇത് ചോപ്പാണല്ലോ. എന്നതാ നീ ഉദ്ദേശിച്ച ചുവപ്പ് പോലുള്ള കറുപ്പാണോ? അയ്യോ അല്ല. ഓ എനിക്കിത് വയ്യ, നീ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടാ മതി. ആ എന്താടാ മക്കളെ, നിങ്ങളെ നേരത്തെ വിട്ടോ? ആ അതുകൊണ്ട് പാഠപുസ്തകം അടുപ്പിലിട്ട് ഇരിക്കരുതേ. ആ ദാ ജിലേബി. എനിക്കൊന്നുള്ളൂ. നീ ഒരെണ്ണം തിന്നാ മതി. ഇതുവരെ നിനക്ക് വേണ്ടി ചെലവാക്കിയ കാശ് തിരിച്ചു കിട്ടുമെന്ന് പേടിച്ചിരിക്കുക ഞാൻ. ഒരെണ്ണം. അപ്പൊ എനിക്കെന്നും പറഞ്ഞ് ഡോക്ടറുകളോട് പപ്പ കാശ് വാങ്ങുന്നത്? അയാൾ വരുന്ന കാശ് എന്തിനുള്ള? ഒന്നിൽ കൂടുതൽ ജിലേബി തിന്നണമെങ്കിലേ ഇനി കാണാൻ പോകുമ്പോ ഡോക്ടറെങ്കിൽ എനിക്ക് കാശ് ജിലേബി തരണം. അതിന് നീയും കൂടെ ശ്രദ്ധ വെച്ചാലേ നടക്കൂ. ആ ജിലേബി തിന്ന്. നീ ഇത് വായിച്ചോ? അതിനെങ്ങനെയാ നിനക്ക് ഇംഗ്ലീഷ് അറിയോ? ഡോക്ടർ ഉണ്ണിത്താൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ജനങ്ങൾ വെയിറ്റ് ചെയ്യുക. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ മോളിപ്പോ എത്രാമത്തെ പ്രാവശ്യമാ ബാംഗ്ലൂരിന് ഫോൺ ചെയ്യുന്നെന്ന് നിങ്ങൾക്കറിയാവോ? എന്റെ പ്രിയ, നിനക്കറിഞ്ഞൂടെ ഇവിടെ കേസും പ്രശ്നങ്ങളൊക്കെയാണെന്ന്. തൽക്കാലം നമുക്ക് ബാംഗ്ലൂർക്ക് പോകാൻ പറ്റില്ല. ഞാനത് സൗകര്യം പോലെ അവളെ വിളിച്ച് പറഞ്ഞോളാം. എന്തൊരു സ്നേഹമുള്ളൊരു അച്ഛൻ. എന്നെ അവൾക്കറിയാം. ദേ വരണു. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ഞാനല്ലാ കള്ളം വരണു. പറഞ്ഞെന്ന പോലെ ഡോക്ടർ അങ്കിളിനെ സോപ്പിട്ട് കുപ്പിയിൽ ഇറക്കിക്കോണം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. വന്ന കാര്യം സാമ്പത്തികമാണ്. അത്യാവശ്യമായിട്ടൊരു 5000 റുപ്പീസ് വേണം. മോടെ പല കാര്യങ്ങളും കുഴഞ്ഞ. വിശദീകരിക്കേണ്ട, മനസ്സിലായി. സന്തോഷം. കൂടുതൽ സന്തോഷിക്കേണ്ട സണ്ണി, നമ്മൾ രണ്ടുപേരും ചേർന്ന് കൊടുത്തിരിക്കുന്ന അപ്പീലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. അതുകൊണ്ട് വിധി കഴിയുന്നത് വരെ താനും സഹകരിച്ചേ പറ്റൂ. അല്ല എന്ന് പറഞ്ഞാല് പിന്നെ താൻ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പൈസ തന്നിട്ടില്ലേ? അത് ഈ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. അല്ലാതെ തന്റെ കുടുംബ ചെലവിനുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. ഡോക്ടർ അങ്കിൾ, ഞാൻ പുതിയൊരു പാട്ട് പഠിച്ചു, പാടട്ടെ? அந்த அரபிக் கடலோரம் உன் அழகை கண்டேனே, அந்த கண்ணு தென்றல் ஆடி வெளுத்த கண்கள் கண்டேனே. அம்மா 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 ஹே அம்மா இருக்கு அம்மா பள்ளித்தாமரையே உன் பாதம் கண்டேனே, உன் பட்டுத்தாவணி ചെറിയ ചെറിയ ഗീതം കണ്ടേനേ. അമ്മ അമ്മ ഡോക്ടർ അങ്കിൾ, ഇപ്പൊ എന്നോടുള്ള ഇഷ്ടം കൂടിയോ? നിവൃത്തികേട് കൊണ്ടാ. ഒരു 1000 റുപ്പീസ് കിട്ടിയാൽ എവളുടെ കാര്യങ്ങൾ. അമ്മ ഗതികേട് കൊണ്ട് വന്നാണ് ഡോക്ടറെ. 1000 റുപ്പീസ്. നാട്ടിൽ നിന്ന് കുഞ്ഞുണ്ണി അവന്റെ കത്തുണ്ടായിരുന്നു. ഇത്തവണ ഈ ചമ്പക്കുളം വള്ളങ്ങളിൽ പച്ചാളം പാപ്പച്ച 1ാം സ്ഥാനം നേടി. നമ്മുടെ പുളികുന്നേരുടെ വെള്ളം പാറത്തട്ടി തകർന്നു. മോളെ മോൾ അടുക്കളയിൽ ആന്റി സഹായിക്ക്. പോകോ, ഓടോട്. ആന്റി, ഞാൻ കൂടി സഹായിക്കാം. ഡോക്ടറെ, ഇവിടെ ഇവിടെ ഒരു 1500 റുപ്പീസ് തന്നാൽ വലിയ ഉപകാരം. തരാം. ഞാൻ ഈ പണം തരുന്ന കാര്യമൊന്നും പ്രിയക്കറിയില്ല. അവൾ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതല്ലേ ഞാൻ പ്ലേറ്റ് മാറ്റിയത്. പ്ലേറ്റാ? ചമ്പക്കുളം വള്ളംകളിയിൽ കുഞ്ഞുണ്ണിയെ കൊണ്ടുവന്നത്. താൻ നാളെ കോടതിയിലേക്ക് വരുമ്പോ ഞാൻ പണം തരാം. ഇവിടെ നിന്ന കുഴപ്പം, നമുക്ക് വേഗം പോവാം. നാളെ കോടതി നഷ്ടപ്പെട്ടു. നീ തന്നെ തൊടാ. പ്രിയേ, പ്രിയേ. ഞാനാ പ്രിയ.